ആരാണ് RSS BJP വിഭാഗങ്ങളുമായി തുടർച്ചയായി സന്ധി ചെയ്തത് എന്ന വസ്തുതകൾ ചരിത്രത്തിൽ നിന്ന് ചിത്രങ്ങളുടെയും രേഖകളുടെയും പിൻബലത്തോടുകൂടി ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഞാനിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. RSSനോട് എല്ലാ കാലത്തും സന്ധി ചെയ്തത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF ആണ്. 1960 നിങ്ങൾക്ക് പട്ടാമ്പിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർത്തു നോക്കിയാൽ ആ തെരഞ്ഞെടുപ്പിൽ EMS കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അന്ന് ജനസംഘമാണ്. അന്ന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഘവൻ നായർ. ആ രാഘവൻ നായർക്ക് വേണ്ടി യഥാർത്ഥത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള P. മാധവ മേനോൻ നോമിനേഷൻ പിൻവലിക്കേണ്ട അവസാന തീയതി കഴിഞ്ഞതിനാൽ ബാലറ്റിൽ പേര് വരും എന്നതിനാൽ ഒരു പ്രസ്താവന നടത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും രാഘവൻ നായരെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന പ്രസ്താവന. ആ പ്രസ്താവന അന്നത്തെ പത്രങ്ങളിൽ വന്നതാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആ പ്രസ്താവനയിൽ എന്തായിരുന്നു പറഞ്ഞത് അത് നമ്മളൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് തോന്നി. അന്ന് അദ്ദേഹം പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ഒരു പൊതു സ്ഥാനാർത്ഥി വേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുകയും രാഘവൻ നായർക്ക് പിന്തുണ നൽകുകയും ചെയ്യുന്നു. വോട്ടർമാരെല്ലാം രാഘവൻ നായർക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതായിരുന്നു അക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ ഉള്ളടക്കം. കുപ്രസിദ്ധമായ ഒരു വടകര ബേപ്പൂർ കോലീബി കൂട്ടുകെട്ടുണ്ടായിരുന്നു. ആ കൂട്ടുകെട്ടിൽ അന്ന് വടകരയിലും ബേപ്പൂരിലുമുള്ള ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്താൻ വേണ്ടി അണിയറിയിൽ നടന്ന നീക്കങ്ങളെ തെളിയിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫാണിത്. ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും K. കരുണാകരൻ, LK അദ്വാനി, അദ്ദേഹത്തിന് ഹസ്തദാനം നൽകാൻ വേണ്ടി ശ്രമിക്കുന്നത് LK അദ്വാനിയാണ്, O. രാജഗോപാൽ, KG മാരാർ. ഈ കോലീബി കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടും അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ വടകരയിൽ നിന്നും ബേപ്പൂരിൽ നിന്നും വിജയിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാവാം KG മാരാറുടെ പുസ്തകം എഴുതിയ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പുസ്തകം എഴുതിയ ആ പുസ്തകത്തിൽ കൃത്യമായി വിവരിക്കുകയും ചെയ്തു അന്നത്തെ കൂട്ടുകെട്ടിനെ കുറിച്ച്. അഭിമാനത്തോടുകൂടി ഞാൻ RSS ശാഖക്ക് കാവൽ കിടന്നതായി പ്രഖ്യാപിച്ചത് അത് മറ്റാരുമല്ല, KPCCയുടെ മുൻ പ്രസിഡന്റ് K. സുധാകരനാണ്. അദ്ദേഹം അന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ആ പ്രഖ്യാപനത്തിൻ്റെ ദൃശ്യമാണിത്. അക്കാലത്ത് തിരുവനന്തപുരത്ത് VV രാജേഷ്, ഇന്നിപ്പോൾ തിരുവനന്തപുരം മേയറാണ് അദ്ദേഹം, ഒരു സമരം സംഘടിപ്പിക്കുകയുണ്ടായി. അക്കാലത്തെ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രശ്നമായിരുന്നു. ആ സമരപ്പന്തലിൽ സന്ദർശിച്ച് ഈ BJP നേതാവിന് മുത്തം കൊടുത്തത് അന്നത്തെ ലീഗ് നേതാക്കളാണ്, ഹൈദരാലി തങ്ങളാണ്, കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാവും. വളരെയേറെ ആശ്ചര്യകരമായ ഒരു സംഭവം നടന്നതാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്
ഒരാൾക്ക് പോലീസിൽ ജോലി കിട്ടണം. ആദർശ് എന്നാണ് അയാളുടെ പേര്. ജോലി കിട്ടണമെങ്കിൽ അദ്ദേഹം ഒരു പോലീസ് ഓഫീസറെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ്. ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം. അത് ചെയ്തതാണ് അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ. അന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. അത് ചെയ്തു എന്ന് തെളിയിക്കുന്നതാണ് അന്ന് നിയമസഭയിൽ നൽകിയ മറുപടി. നിയമസഭയിൽ 1/12/2014 ബി സത്യൻ MLA ചോദ്യത്തിന് ഒരു മറുപടി അന്ന് ആഭ്യന്തരമന്ത്രി നൽകിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്: MG കോളേജിൽ CIA ബോംബെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശ്രമിച്ച RSS പ്രവർത്തകർക്കെതിരെയുള്ള കേസ് പിൻവലിച്ചത് ഏത് സാഹചര്യത്തിലാണ്? ഒന്നാമത്തെ ചോദ്യം. അതിനുത്തരം: പ്രസ്തുത കേസിലെ 17-ാം പ്രതി ആദർശിന് സർക്കാർ ജോലി കിട്ടാതെ പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ടിയാൻ്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ മാനുഷിക പരിഗണന നൽകിയാണ് കേസ് പിൻവലിക്കുവാൻ സർക്കാർ സമ്മതപത്രം നൽകിയത്. RSSുമായുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ് കേസ് പിൻവലിക്കൽ എന്ന് മാത്രമല്ല, ഒരു പോലീസ് ഓഫീസറെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിലെ പ്രതിയെ വെറുതെ വിടുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ. ഇതുപോലെ ഒരു നിലപാടായിരുന്നു തൊഗാഡിയക്കെതിരായി അന്ന് മതസ്പർദ്ധ ഇളക്കി വിടുന്ന പ്രസംഗം നടത്തി എന്നതിന് കേസെടുത്തതിനെ തുടർന്ന് ആ കേസ് ഉമ്മൻചാണ്ടി സർക്കാർ പിൻവലിച്ചത്. ഇതും RSSുമായിട്ടുള്ള ബന്ധം വ്യക്തമാക്കുന്നതാണ്. BJPക്ക് വേണ്ടി, അവരെ സുഖിപ്പിക്കാൻ വേണ്ടി ന്യൂനപക്ഷം അമിതമായ സമ്മർദ്ദം ചെലുത്തി പലതും നേടുന്നു എന്ന പരസ്യ പ്രതികരണം നടത്തിയ ഒരാളായിരുന്നു AK ആന്റണി. അദ്ദേഹം അത് നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. പ്രസംഗത്തിൻ്റെ രേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം അത്തരമൊരു പ്രസ്താവന നടത്തിയപ്പോൾ വലിയ ആക്ഷേപം ഉയർന്നു വന്നതാണ്. യഥാർത്ഥത്തിൽ BJPയെ സഹായിക്കാനാണ്.